ഒപ്പന കലോത്സവത്തിൽ കാണികളേറെയുള്ള മത്സര ഇനങ്ങളിലൊന്നാണ്. മണവാട്ടിക്ക് ചുറ്റും തോഴിമാർ കൈകൊട്ടി പാടുമ്പോൾ ചമയാലങ്കാരങ്ങൾക്കൊപ്പം തന്നെ ദ്രുതതാള ചലനങ്ങളും ഒത്തുചേരുമ്പോൾ മാത്രമാണ് നല്ലൊരു ഒപ്പന പിറവി കൊള്ളുന്നത്. കഴിഞ്ഞ കുറേ കാലമായി കലോത്സവ വേദിയിൽ ഒപ്പന പരിശീലിപ്പിക്കുന്ന ഒരാൾ നമുക്കിടയിലുണ്ട്. ഈ വർഷം 6 ടീമുകളെയും കൊണ്ട് സംസ്ഥാന കലോത്സവത്തിനെത്തിയ നാസർ പറശ്ശിനിക്കടവ് എന്ന ആ ഒപ്പന അധ്യാപകൻ തിരികെ മടങ്ങുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടാണ്. ഞാൻ പറശ്ശിനിക്കടവ് ഹൈസ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസം. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു 9ാം ക്ലാസ്സിൽ നിന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ട് ചെയ്തു. പറശ്ശിനിക്കടവ് സ്കൂളുകളിൽ ഞാൻ പഠിപ്പിക്കുകയും അന്ന് സബ് ജില്ലയിൽ 1ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ഒരു 33 കൊല്ലമായി ഇത്. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിൽ ആ ഒരു കൊല്ലം സബ് ജില്ലക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. പിന്നീട് ജില്ലക്കും സ്റ്റേറ്റ്, പിന്നെ ഉമ്മാമ്മ പാടിയ തശ്രീഫും മുബാറക്ക് ആദരവായ നബി ഉമ്മത്തിമാർക്ക്, പൊലിവാറ്റ തിരുനബി ജയിത്തിലെങ്കി, അഹദീയത്തിൻ്റെ അത്ഭുതത്തിൽ അഹമ്മദീയത്തുൽ ഭവിത്ത്, ഇങ്ങനത്തെ പാട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ ഈ ഒപ്പനയിലേക്ക് കടന്നു വരുന്നത്. ഉമ്മമ്മയുടെ മരണശേഷം ഞാൻ ഒപ്പനയിലൂടെ ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ ഉമ്മമ്മൻ്റെ പാരമ്പര്യം ഞാൻ ഈ ഒപ്പനയായിട്ട് മുന്നോട്ട് പോയി അത് നിലനിർത്തിയിട്ട് പോവുകയാണ്. പിന്നെ 17 വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് സിൽവർ ഹിൽസ് 10-12 വർഷമായിട്ട് 1ാം സ്ഥാനമാണ് സംസ്ഥാന കലോത്സവത്തിൽ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പിന്നെ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂള്. ഒരു 16 കൊല്ലമായിട്ട് അവർക്കും എ ഗ്രേഡ് ഇടപെട്ടിട്ട് ഫസ്റ്റ് സെക്കൻഡ്. കോഴിക്കോട് സിൽവർ ഹിൽസിന് ഫസ്റ്റ് കിട്ടും, ചിലപ്പോൾ അവർ സെക്കൻഡ് ആവും. പിന്നെ ദുർഗ ഹൈസ്കൂളിന് ഫസ്റ്റ് കിട്ടും, സിൽവർ ഹിൽസിന് സെക്കൻഡ് ആവും. അങ്ങനെയായിരുന്നു ഒരു 17 കൊല്ലം ഇതായിരുന്നു. കഴിഞ്ഞ തവണ എനിക്കായിരുന്നു ഫസ്റ്റ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂള്. ഈ 17 വർഷവും എല്ലാം 16 ടീമുകൾ, 14 ടീമുകൾ, 12 ടീമുകൾ, 10 കുറയാത്ത ടീമുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം എനിക്ക് ഹൈദരാബാദിൽ പ്രോഗ്രാം ഇല്ലതുകൊണ്ട് കുറച്ച് സ്കൂളുകൾ കുറച്ച് ഞാൻ ഇപ്പോഴും എടുത്തത്. അപ്പോൾ ഇക്കൊല്ലം ഞാൻ 6 ടീമുമായിട്ട് ഞാൻ വന്നത്. അതിനെല്ലാം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2015 ഞാൻ 1531 ഒപ്പന ചെയ്തു. ആ ഒപ്പന കണ്ട ചിറക്കൽ രാജാവും അറക്കൽ ബീവിൻ്റെ കല്യാണമാണ് അതിൻ്റെ അകത്ത് ഇതിവൃത്തം. എന്നുവെച്ചാൽ അറക്കൽ ബീവി കുളിക്കുന്ന ഏഴുമല കുളിക്കുന്ന സമയത്ത് വസ്ത്രം ഒഴുകിപ്പോവുകയും ചിറക്കൽ രാജാവ് ഒരു തുണി എറിഞ്ഞു കൊടുക്കുക, അത് പുടവയായിട്ടാണ്. അങ്ങനെയുള്ള കഥകൾ വെച്ചിട്ട് പിന്നെ ടിപ്പു സുൽത്താൻ്റെ അറക്കൽ ചിറക്കൽ ആ ബന്ധം, ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് 1531 ഒപ്പന ചെയ്തു. അതിപ്പോൾ ഗിന്നസ് റെക്കോർഡിലേക്കാണ് ഉള്ളത്. അതൊരു വലിയൊരു സംരംഭമായിരുന്നു. അവിടുന്ന് എനിക്ക് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിപ്പോൾ ഗിന്നസ് റെക്കോർഡിലേക്ക് കയറുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തത് ഹൈദരാബാദിൽ കഴിഞ്ഞ വർഷം. ഹൈദരാബാദിൽ ചെയ്തു 500 കുട്ടികളെ വെച്ചിട്ട്, ഹിന്ദി കുട്ടികളെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഹിന്ദിയിലാണ് നമ്മൾ ഒരു മതസൗഹാർദ്ദം വിളിച്ചു വന്നവരത്തിലുള്ള ഹിന്ദിയിൽ ഫസ്റ്റ് തുടക്കം പാട്ടുകളും അവസാന പാട്ടുകളും ഹിന്ദി പാട്ട് ഉപയോഗിച്ചിട്ട് ചെയ്തു. അതും വലിയൊരു അംഗീകാരമാണ്. പിന്നെ 2019 കേരള ഫോക്കുലർ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. പിന്നെ ചെന്നൈ, കോയമ്പത്തൂർ മലയാളി സമാജത്തിൻ്റെ മാനുവൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി 18 വർഷമായിട്ട് കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ 1ാം സ്ഥാനമാണ്. സംസ്ഥാന കലോത്സവത്തിലും ഒരു 10-18 വർഷമായിട്ട് 1ാം സ്ഥാനം നേടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒപ്പനയിലൂടെ ഇങ്ങനെ ജീവിക്കുകയാണ്. വേറെ തൊഴിലുകളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതെന്നെ ഒരു വലിയൊരു കല ആക്കി എടുക്കുന്നതിലൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. 32 വർഷത്തോളമായി ഞാൻ കലാരൂപത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കലോത്സവ രംഗത്ത് ഞാൻ കലോത്സവ വേദിയിൽ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഇക്കൊല്ലമാണ് എനിക്ക് ഏറ്റവും നല്ലൊരു മാമാങ്കം എന്നുള്ള ഒരു പരിപാടിയിൽ എന്നെ ആദരിക്കുകയുണ്ടായി. എനിക്ക് ഈ പുതിയ തലമുറയിലുള്ള ഒപ്പന പഠിപ്പിക്കുന്ന 6 പേരെ ആദരിക്കാനുള്ള അവസരം എനിക്ക് ഇക്കൊല്ലം ലഭിച്ചിട്ടുണ്ട്. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.